അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഈജിപ്തിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അതിയായ ശ്രമത്തിലാണ്. ഇൻഷാ അല്ലാഹ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നല്ല മട്ടത്തിലുള്ള കമൻറ്റൊക്കെ എഴുതി വിടിട്ടോ. ഇതിൻ്റെ മുമ്പ് 2-3 ആളുകൾ കമൻറ്റൊക്കെ ഇട്ട് വളരെ സന്തോഷമായിട്ടുണ്ട്. പിന്നെ നമ്മളെ ചാനൽ 10K ആയിട്ടുണ്ട്. എല്ലാവർക്കും ശുക്രൻ ജസീലൻ. എല്ലാവർക്കും അള്ളാഹു വലിയ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത്, ഇപ്പം ഞാൻ നിൽക്കുന്ന പള്ളീനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈജിപ്തിലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള, അതും ഈ പറയപ്പെടുന്ന ഓൾഡ് കൈറോയിലെ അതിപുരാതനമായ അൽ അസ്ഹർ മസ്ജിദ് നിർമ്മിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് ഈ പറയപ്പെടുന്ന, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അൽ ഹാക്കിം മോസ്ക് എന്ന് പറയും. ബാബുൽ ഫുത്തുഹ്, ബാബുൽ നസർ, ഷാരിയൽ മൊയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൾഡ് സ്ട്രീറ്റിൽ ഏറ്റവും അവസാനമായിട്ടാണ് ഈ ഒരു മസ്ജിദിൻ്റെ സ്ഥലം വരുന്നത്. അപ്പം ഈ ഒരു പള്ളിയെക്കുറിച്ചും അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലിടാം. അപ്പം അതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പം ഞാൻ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ്. അപ്പം ഇവിടുന്ന് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. അപ്പം ഈ ഒരു ബാബുൽ ഫുത്തുഹ്, ബാബുൽ നസർ, ഷാരിയൽ മൊയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ ഇതിൻ്റെ മുമ്പ് വ്ളോഗർ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, പേരാപ്പാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പേരോ മെൻഷൻ ചെയ്താലൊക്കെ കുഴപ്പമില്ല, മറന്നുപോയി. ഇപ്പോൾ അടുത്ത് അന്റാർട്ടിക്കയിലൊക്കെ പോയിട്ട് വലിയ വീഡിയോ ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ മൂപ്പര് ഈ ഒരു ഷാരിയൽ മൊയ്സ് ചെയ്തിരുന്നു. അപ്പം മൂപ്പര് ഉൾപ്പെടുത്താത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തണമുണ്ട്. അപ്പം അടുത്ത വ്ളോഗ് മിക്കവാറും അതുതന്നെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ പോകുന്നത് തഹരീർ സ്ക്വയർ, വിപ്ലവം നടന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നൈലിൻ്റെ തീരം, ബോട്ടിങ്, അതൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ചാനൽ 10K ആയ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ട് ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഗൈസ്, ആ ഒരു എപ്പിസോഡിലേക്ക്, നൈലിൻ്റെ തീരത്തേക്കുള്ള കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി നൈലിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പോകുന്ന സംഗതികൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ളെങ്കിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ഞാൻ നൈലിൻ്റെ അടുത്ത് എത്തിയിട്ടായിരിക്കും ഇനി വീഡിയോ ചെയ്യുക. ഓക്കെ, അപ്പം ബൈ ബൈ സുഹൃത്തുക്കളെ. നമ്മൾ ബാബുൽ ഫുത്തുഹിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തഹരീർ സ്ക്വയറിലേക്ക് വണ്ടി കിട്ടുമോ നോക്കണം. എന്താണ് അവസ്ഥ അറിയില്ല, അല്ലെങ്കിൽ ഊബർ ഇട്ട് പോകേണ്ടി വരും. അറബി ഇട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അറബിയിൽ പോകുന്നതാണ് നമുക്ക് ഏറ്റവും ഒന്നുകൂടി ബെറ്റർ. കാരണം ചിലവ് നല്ല കുറവായിരിക്കും. 5-10 ഉറുപ്പ്യ കൊടുത്താൽ മതിയാവും. ബട്ട് ഈ പറയപ്പെടുന്ന ഊബർ ഇടുമ്പോൾ കുറച്ചുകൂടി ചിലവ് കൂടും, പക്ഷെ പെട്ടെന്ന് എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം. അപ്പോൾ നമ്മളിനി വണ്ടി കയറട്ടമല്ല, വണ്ടി ഉണ്ടെങ്കിൽ ഓക്കെയാണ്, മസ്ബൂത്താണ്. ഗൈസ്, നമ്മൾ ഇവിടുന്ന് വണ്ടി ഇല്ല തഹരീർക്ക്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റംസീസിക്കാണ് പോകേണ്ടത്. റംസീസിൽ നിന്ന് പിന്നെ തഹരീർക്ക് വണ്ടി ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. നമ്മൾ നോക്കുക വണ്ടി വരുമ്പോൾ നോക്കട്ടെ. നമ്മളിപ്പോഴും വണ്ടി തന്നെയാണുള്ളത്. തഹരീർ സ്ക്വയറിലേക്കാണ് പോകുന്നത്. പറഞ്ഞല്ലോ, ഇപ്പം റംസീസിൽ ഇതുവരെ എത്തിയില്ല. വണ്ടിയിൽ നിന്ന് പോണ ആരെ ചാമ്പ് ചെക്കൻ പേടിച്ചു പോയിന്. അപ്പം ഗൈസ്, ഇവിടെ വണ്ടി ബ്ലോക്കായ അവസ്ഥയാണ്. എന്താവും അറിയൂല. വണ്ടി എടുത്ത് ഫൈനലി കുറച്ച് സമയം ബ്ലോക്കിൽ പെട്ടെങ്കിലും ഇപ്പം നമ്മൾ നിലവിൽ റംസീസിൽ എത്തിയിട്ടുണ്ട്. ഇനി തഹരീറിലേക്കുള്ള വണ്ടി നോക്കി പോകണം. ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ആണ് റംസീസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമുക്ക് ഇപ്പോൾ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ നമ്മളൊന്നും മെയിൻ ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം. വണ്ടി ഇരുന്നുണ്ടോ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ആ സൈഡിലാണ് വണ്ടി ഉള്ളത്. ഈ കാണുന്നതാണ് റംസീസ്. ഓക്കെ, നല്ല തിരക്കും ആളും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് കൂടിയാണ് ഈ പറയപ്പെടുന്ന റംസീസ്. ഫൈനലി ഗായ്സ്, ഞാനിതാ തഹരീറിലെത്തിയിരിക്കുകയാണ്. തഹരീർ സ്ക്വയറിലുള്ളത്, വിപ്ലവം നടന്ന സ്ഥലമാണ്. എൻ്റെ പിന്നിൽ ഈ കാണുന്നതുണ്ടല്ലോ, ആ കാണുന്ന സംഭവം ഒരു കുബ്ബുള്ള, അത് യൂണിവേഴ്സിറ്റിയോ മസ്ജിദോ ഒന്നുമല്ല, അത് ഇവിടുത്തെ മ്യൂസിയമാണ്. അപ്പം അവിടെ ഒരുപാട് മമ്മികളുണ്ട്. തോയ യോയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മമ്മി ഉള്ളത് ആ ഒരു കാണുന്ന, എൻ്റെ ബാക്കിൽ കാണുന്ന മ്യൂസിയത്തിലാണ്. അപ്പം തഹരീർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹുസ്നി മുബാറക്കിൻ്റെ ആ ഒരു 30 വർഷത്തോളം ഹുസ്നി മുബാറക്ക് ഈ പറയപ്പെടുന്ന ഈജിപ്ത് ഭരിച്ചിരുന്നു. അപ്പം മൂപ്പരെയൊക്കെ ഇറക്കിപ്പിച്ചേക്ക്, അതായത് എന്തെങ്കിലും ഒരു വിപ്ലവമൊക്കെ നടക്കുകയാണെങ്കിൽ ഈ തഹരീർ സ്ക്വയറിനാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ സ്ക്വയർ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ നല്ലൊരു മൈതാനവും സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ തഹരീർ സ്ക്വയറിന് ഒരുപാട് ചരിത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പം സ്ക്വയർ കാണാൻ പോകാം. തഹരീർ സ്ക്വയറിൽ നമുക്ക് അത്യാവശ്യം ഈ പറയപ്പെടുന്ന സ്ക്വയറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഇരുന്ന് സംസാരിക്കാനും
ഒക്കെ ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് പൊതുവേ ഇവിടെയുള്ള മസ്ജിദുകൾ പറയുന്നത് തഹരീർ മൈതാൻ എന്നാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ വിശാലമായ ഒരു പ്ലേസ് വരുന്നത്. അതോടൊപ്പം അവിടെ നമുക്കൊരു പള്ളി കാണാൻ പറ്റും, നല്ല മനോഹരമായ ലൈറ്റൊക്കെ ഉള്ളൊരു പള്ളി. ഒരുപാട് അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും അവിടെ, ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുള്ള. അപ്പം ആ കാണുന്നതാണ്, അതിൻ്റെ അടുത്തെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം സ്ക്വയർ. ഇതാണ് തഹരീർ സ്ക്വയർ. സ്ക്വയർ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ചുറ്റിലുമാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ട് വിപ്ലവം നടന്ന ആ ഒരു സ്ഥലം. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും, നമുക്കൊന്ന് അതിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഈജിപ്തിലെ അറിയപ്പെട്ടൊരു സ്ഥലമാണ്. ജനുവരി 25 തഹരീർ സ്ക്വയർ എന്ന് പറയുന്ന പ്രദേശത്തിന് അത്രമേൽ ബന്ധമുണ്ട് ആ ദിവസത്തോട്, അത് പറയാം. 30 വർഷത്തോളം ഹുസ്നി മുബാറക്ക് ഈജിപ്ത് ഭരിച്ചിരുന്നു. 2011 അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ സ്ക്വയറിന് പിന്നിലാണ് അന്ന് പ്രക്ഷോഭവുമായി ഒത്തുചേർന്നത്. പ്രക്ഷോഭത്തെ തുടർന്ന് നീണ്ട 30 വർഷത്തെ ഭരണം അദ്ദേഹത്തിന് അവസാനിപ്പിച്ച് രാജിവെക്കേണ്ടി വന്നു. ഹുസ്നി മുബാറക്ക് നല്ലൊരു ഭരണാധികാരി കൂടിയാണ്. ഈജിപ്തിനെ ഇത്രമേൽ മാറ്റിമറിച്ചതിൽ അദ്ദേഹത്തിന് നല്ല പങ്കുണ്ട്. ഏതായാലും തഹരീർ സ്ക്വയറിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ്. തീർച്ചയായും നിങ്ങൾ ഈജിപ്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രമേൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് കാണാതെ പോകരുത്. തഹരീർ സ്ക്വയറിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അടിപൊളി മൈതാനം കാണാൻ സാധിക്കും. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. നമുക്ക് നല്ല അത്യാവശ്യം ഇരിക്കാനും സൊറ പറയാനും സംസാരിക്കാനും ചർച്ചകൾ ചെയ്യാനൊക്കെ പറ്റിയ ഇടം കൂടിയാണ് തഹരീർ സ്ക്വയറിൻ്റെ ചുറ്റിലുമുള്ള ഈ ഒരു സുന്ദരമായ മൈതാനം. അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലം എന്തായാലും കാണണമെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയാണ്. അപ്പോൾ നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തഹരീർ സ്ക്വയറിന് ഇനി നേരെ പോകുന്നത് നൈലിൻ്റെ രാത്രിയിലെ അതിമനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുമ്പ് ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മനോഹരമായ മസ്ജിദ് ഉണ്ടല്ലോ, ആ മസ്ജിദിൽ നിന്നാണ് നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പള്ളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് നൈലിലേക്ക് പോകാം. ഈ ഒരു സ്ഥലത്തിന് മൈതാന് പേര് വരാനുള്ള കാരണം ചിലപ്പോൾ ഇത്ര വിശാലമായിട്ട് ഇരിക്കാനും നമുക്ക് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ സംഭവം ഉണ്ടായത് കൊണ്ടാവാം. ഇവിടെ ഒരു സ്റ്റാച്യു കാണുന്നുണ്ട്, കണ്ടോ, സയ്യിദ് അംറുൽ മക്രം എന്ന് പറഞ്ഞിട്ടുള്ള ആളെ സ്റ്റാച്യു ആണ് കേട്ടോ. ഇതാണ് സ്റ്റാച്യു, കാണുന്നില്ലേ? അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു മസ്ജിദ് കാണുന്നുണ്ട്. ആ പള്ളിയിലേക്കാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്. അപ്പം ബഅദ സ്വല നമ്മൾ നേരെ പോകുന്നത് നൈലിലേക്കാണ്. നൈലിൻ്റെ അതിമനോഹരമായ കാഴ്ച ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരു മസ്ജിദിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. മസ്ജിദ് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ഈ ഒരു ലൈറ്റും കാര്യമൊക്കെ വരുമ്പോൾ കാണാൻ തന്നെ അടിപൊളി മൊഞ്ചാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി മഗ്‌രിബ് നിസ്കാരം നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകട്ടോ. ഉൾഭാഗം ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ നല്ല ഉഷാറായിട്ടൊരു കാലിഗ്രാഫി കൊത്തിവെച്ച് കാണാൻ പറ്റും. മാഷാ അല്ലാഹ്. മിസ്രത്തെ പള്ളികൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്തരത്തിൽ നല്ല കാലിഗ്രാഫികൾ അവർ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചുവരുകളായിരിക്കും അധികവും. നമുക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് ഈ ഷൂ അയച്ച് കയറണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട മസ്ജിദിൻ്റെ ഉൾവശമാണ് കേട്ടോ. ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പം നല്ല സംഭവം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ചെറിയൊരു പള്ളിയാണ് കേട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല. എന്നാലും പിന്നെ മുകൾ ഭാഗം കണ്ട പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു പള്ളി മാതിരി തോന്നും, ബട്ട് ചെറിയൊരു പള്ളിയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി നേരെ നൈലിലേക്ക് പോകട്ടോ. നൈലിൻ്റെ തീരത്തെത്തിയിരിക്കുകയാണ്. നൈൽ നദിയുടെ രാത്രി വിഷ്വലുകൾ അല്ലെങ്കിൽ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമുക്ക് കൈറോ ടവറും ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് കണ്ട, ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് കൈറോ ടവർ. കൈറോ ടവർ കാണാൻ പറ്റും. കൈറോ ടവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് കൈറോ നഗരത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ടവറിൻ്റെ മുകളിലുള്ള വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ആണ് ഈ സൈഡിൽ ഞാനിങ്ങനെ ആഡ് ചെയ്യുക. കാരണം ഈ ഒരു കൈറോ നഗരം മൊത്തം ഇങ്ങനെ പരന്ന് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ മുകളിലോട്ട് കയറാൻ അത്യാവശ്യം ഫീ ഉണ്ട്. ഒരാൾക്ക് എന്തോ 700 ഗിനിയോ അങ്ങനെ എന്തോ എന്നാണ് തോന്നുന്നത്. പിന്നെ മുമ്പ് ഞാൻ പോയിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും ആ ഒരു ടവറിൻ്റെ അടുത്ത് പോകുന്നു. പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് മറ്റു കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം അത് ആ സമയത്ത് നമുക്ക് ഉൾപ്പെടുത്തട്ടെ. മാഷാ അല്ലാഹ്, നൈലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈലിൻ്റെ രാത്രി കാഴ്ച, അതോടൊപ്പം ടവർ കാണാൻ പറ്റും അവിടെ തന്നെ. ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അതാ കണ്ടില്ലേ? അതുപോലെ തന്നെ ആ തൽക്കലും ഈ രാത്രി ബോട്ടിംഗ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ബോട്ടിങ്ങിന് വേണമെങ്കിൽ പോവാം ഇൻഷാ അല്ലാഹ്, പറ്റുമെങ്കിൽ.
ഞാനിപ്പോൾ നൈലിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. രണ്ട് സൈഡിലും നമുക്ക് രണ്ട് ഭാഗത്തും രണ്ട് തീരത്തുമായിട്ട് ഇങ്ങനെ നൈൽ ബോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന വെളിച്ചങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. പിന്നെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ തലക്കലും ഈ പറയപ്പെടുന്ന നൈൽ ബോട്ടിങ്, രാത്രി ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്ന് ഇഷ്ടമുള്ള തീരം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ എവിടെയാണോ കുറവ് അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒക്കെ നമ്മളെ ചോയ്സാണ്. പല റേഞ്ചിൽ വരുന്ന ബോട്ടിംഗ് ഉണ്ട്, നല്ല പൈസ പൊട്ടിച്ചിട്ടുള്ള ബോട്ടിംഗ് ഉണ്ട്, സ്വന്തമൊക്കെ എടുത്തിട്ടുള്ള ബോട്ടിംഗ് ഉണ്ട്. പല ടൈപ്പ് സംഭവം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതെങ്കിലും ചീപ്പറായിട്ടുള്ള ബോട്ടിങ് ട്രൈ ചെയ്യാം, പിന്നീടാവാലോ വലുതൊക്കെ. ബോട്ട് പോകുന്നുണ്ട് കേട്ടോ, ഇതേണ്ട. നമ്മളിവിടെ നൈലിൻ്റെ അടുത്ത് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. സ്ട്രീറ്റിൽ നമ്മളെ മുംബൈയിലും അതുപോലെ തന്നെ പല സ്ഥലത്തും അങ്ങനെ കാണലുണ്ടല്ലോ. അതുപോലെ ഒരുപാട് കിതാബുകളുണ്ട്, അതുപോലെ പല പുസ്തകങ്ങൾ അഥവാ അറബിക് പുസ്തകങ്ങൾ കേട്ടോ, ഫൽസഫ വേണ്ട, അങ്ങനെ പലതരത്തിലുള്ള നോവലുകൾ, അറബിക് നോവലുകൾ, പുസ്തകങ്ങൾ കണ്ടതാ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് തൊട്ടടുത്ത നൈലിൻ്റെ നേരെ പുറത്തേക്ക് നൈറ്റാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല വില കുറവിൽ കണ്ട. ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ബോട്ടിൽ കയറാൻ പോവാണ്. മർക്കിബ് ജമാ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്, അഥവാ ഒരുപാട് ആളുകൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൈലിൻ്റെ അടുത്തേക്ക്. ഏരിയതാണ്, ഇതാണ് ഏരിയ. മാഷാ അല്ലാഹ്, നമ്മൾ നൈൽ നദിയുടെ തീരത്തെത്തിയിരിക്കുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നദിയാണ് നൈൽ നദി. ഒരുപാട് പറയാനുണ്ട്. ഇപ്പം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു വ്ളോഗിൽ നൈൽ നദിയിൽ പോകുന്നത് ഇങ്ങനെ ആഡ് ചെയ്യണമെന്ന് എന്നോ വിചാരിച്ചാണ്. അപ്പം ഒരു സമയത്ത് മൂടായിട്ട് കയറി, അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മളിപ്പം മജ്മുഅത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലുള്ള ബോട്ടിങ്ങിൻ്റെ സംഭവമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം 25 പൗണ്ടാണ് വരുന്നത്. നമുക്ക് പ്രൈവറ്റൊക്കെ ആയിട്ടൊക്കെ ബോട്ട് എടുത്ത് യാത്ര ചെയ്യട്ടാ. ഇതാണ് നമ്മൾ കയറിയ ബോട്ട് കേട്ടോ. ഇത് ഫുള്ളാവാണ്ട് ഈ വണ്ടി എടുക്കത്തില്ല. അപ്പം നല്ല വെളിച്ചൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിംഗ് ആണ്. നമുക്ക് ഇവിടുന്ന് ഒരുപാട് ബോട്ടിംഗ് പോകുന്നത് കാണാൻ പറ്റും. ബോട്ടിംഗ് നടത്തുന്നത് നൈലാണ് ഈ കാണുന്നത്. ഫൈനലി നമ്മളെ വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാനിതാ മുമ്പ് തന്നെ ഉള്ളത്. ഇനി നൈലിലൂടെയാണ് ശബ്ദം വന്നത്. നല്ല ഒലക്കമ്പല മ്യൂസിക്കാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ആദ്യം പറയാണ്, പ്രൈവറ്റ് അല്ല, ഇത് പബ്ലിക് ആയിട്ടുള്ള ബോട്ടിംഗ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മളെ നാട്ടിലെ ലോക്കൽ ബസ്സിൽ കയറുന്ന അതേ ഒരു പ്രതീതിയാണ് ഈ ഒരു ബോട്ടിങ്ങിൽ. കാരണം അത്തരത്തിൽ പ്രതീക്ഷ മതി കേട്ടോ. നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇത്ര ചരിത്രപ്രസിദ്ധമായ നൈൽ നദിയുടെ ചരിത്രവും അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ട നമുക്ക്. അപ്പം നൈൽ നദിയുടെ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. നൈൽ നദി സ്ഥിതി ചെയ്യുന്നത് വടക്കു കിഴക്കൻ ആഫ്രിക്കയിലാണ്. ഇതിൻ്റെ ഒഴുക്ക് എത്തിച്ചേരുന്നത് അഥവാ ഇത് ഒഴുകിയെത്തുന്നത് മെഡിറ്ററേനിയൻ സീ, ചെങ്കടലിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. എന്നാൽ ചില ഗവേഷകന്മാർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആമസോൺ നദികളാണ് എന്നാണ്. പ്രധാനമായും നൈൽ നദി ഒഴുകുന്നത് ഈജിപ്തിലൂടെയും സുഡാനിലൂടെയൊക്കെയാണ്. അപ്പം നൈൽ നദിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്ത് നോക്കിയാൽ പഠിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം അതിന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. നമുക്ക് ഏതായാലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ബന്ധപിടിപ്പിച്ച് നോക്കുമ്പോൾ നൈൽ നദിയുടെ ചരിത്രവും നൈൽ നദിയുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊച്ചുപ്രായം, പിഞ്ചുപ്രായം ഉമ്മ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു പെട്ടിയിലാക്കി ഈ നൈൽ നദിയുടെ ഏതോ ഒരു തീരത്ത് വെച്ച് ഒഴുക്കുകയും അത് ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവിയുടെ കയ്യിലെത്തുകയും ശേഷം ആ പിഞ്ചുകുട്ടിയോട് ഇഷ്ടം തോന്നി ഫിർഔൻ തൻ്റെ കൊട്ടാരത്തിൽ വളർത്താൻ സമ്മതം കൊടുക്കുകയും ശേഷമുണ്ടായ ചരിത്രവും കാര്യവും ഒക്കെ നമുക്കറിയാം. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര സംഭവം കുറിച്ച നൈൽ നദിയിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടാതെ അംർ ഇബ്നു ആസ് തങ്ങൾക്കും നൈലിൻ്റെ ചരിത്രം പറയാനുണ്ട്. നൈൽ നദിയെ ഒഴുക്കു നിർത്തിയ അംർ ഇബ്നു ആസ് തങ്ങളുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും നൈലിൻ്റെ തീരം വളരെയേറെ മനോഹരമാണ്. പ്രത്യേകിച്ച് രാത്രിയിലുള്ള കാഴ്ച. നമ്മൾ ഈ ഒരു ബോട്ടിംഗ് നടത്തുന്ന സമയത്ത് വ്യത്യസ്തമായ
ബോട്ടുകൾ ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ കാണാൻ വളരെ റാഹത്താണ്. നമ്മളൊരു 15 മിനിറ്റത്തെ റൈഡിന് ശേഷം, ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കണ്ടോ, വ്യൂ കണ്ടില്ലേ? നമ്മളിങ്ങനെ മുകളിലോട്ട് പോവാണ് കേട്ടോ. മിസിരികളെ കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് മ്യൂസിക്കും പാട്ടും വല്ലാത്തൊരു യാത്ര തന്നെ. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എടുക്കുമ്പോൾ കേട്ടോ ഒന്നുകൂടി റാഹത്ത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളതായ ഒരു കൾച്ചറും കൂടി കീപ്പ് ചെയ്ത് പോകണമല്ലോ. ഇപ്പോൾ മജ്മൂആയിട്ടുള്ള ഒരു ബോട്ട് യാത്ര ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷിച്ചാൽ മതി. നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ റൂമിലേക്ക് പോകണം, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ റൈഡ് നടത്തിയത്. ഈ ഒരു തലക്കന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ നിന്നാണ് ചെയ്തത്. ഒരാൾക്ക് ഏകദേശം ആയത് 25 പൗണ്ടാണ്. ആ നാട്ടിലത്തെ ഒരു 50 റുപ്യ, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വില കൂടിയ ടൈപ്പും ഉണ്ട്. ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു ബോട്ട് മൊത്തത്തിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ പല ടൈപ്പ് സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മെട്രോ വഴി നേരെ നമ്മളെ റൂമിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. മലീഷ്, അപ്പം നമ്മളെ വ്ളോഗ് ഞാൻ ഈ പറയപ്പെടുന്ന നെയിലിൻ്റെ തീരത്തുനിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം പുതിയ എപ്പിസോഡ് മിക്കവാറും മിസ്രത്തെ ഒരുപാട് പള്ളികൾ, അതുപോലെ തന്നെ നമുക്കറിയാലോ ഒരുപാട് മഹദിമാരുള്ളത് മിസ്റിലാണ്, മഹാന്മാരുള്ള മിസ്റിലാണ്. അവരൊക്കെ മക്കാമുകളും മക്ബറകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പം നെയിലിൻ്റെ തീരത്ത് നിന്ന് മാഅസ്സലാമ. പുതിയൊരു എപ്പിസോഡ് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.